മഴത്തോട് മുമ്പിൽ ഇന്നത്തെ കഥയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയൊക്കെ എല്ലാം റെഡിയാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവരിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ ബബിത എടുത്ത് വെക്കുന്നുണ്ട്. എന്തായാലും കൃഷ്ണമോൾ സ്കൂളിൽ പോകാനൊക്കെ തീരുമാനിച്ചു. അപ്പോൾ നിനക്ക് എന്തായാലും പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ ബബിത പറയുന്നത്, ഇല്ല ഞാൻ എന്തായാലും ഇനി ഈ ഒരു വർഷത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല, ഇനിയിപ്പം അടുത്ത വർഷം നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും കൃഷ്ണമോൾക്കുള്ളൊരു ധൈര്യം പോലെ നിനക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതിന് കൃഷ്ണമോൾക്ക് ധൈര്യമല്ലല്ലോ, അവൾക്കാണെങ്കിൽ അവൾക്ക് തന്നെ തൊലിക്കട്ടിയല്ലേ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിൽ കൃഷ്ണമോളും ഭവിത അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും നിർത്ത്, നിങ്ങൾക്കല്ല ഇവിടെ തൊലിക്കട്ടി കൂടുതലുള്ളത്, ഇപ്പം എനിക്കാണ്, നിന്നെയൊക്കെ ഞാൻ സഹിക്കുന്നില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബബിതയാണെങ്കിൽ എന്തായാലും ഈ ഒരു വർഷം കോളേജിൽ പോകുന്നില്ല എന്നൊക്കെ വാശി പിടിച്ച് തന്നെ ബബിത അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണെങ്കിൽ കാണിക്കുക നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ കൃഷ്ണമോളത് പറയും, എന്തായാലും മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, വേണ്ട അച്ഛാ ഞാനാണെങ്കിൽ പൊയ്ക്കോളാം, അച്ഛനെ ആരെങ്കിലും കളിയാക്കി എന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ കൂട്ടുകാരാണെങ്കിൽ കളിയാക്കുന്നതൊക്കെ എനിക്കൊന്ന് കാണണമല്ലോ, എന്തായാലും നിൻ്റെ അച്ഛമ്മനെ എനിക്കൊന്ന് കണ്ടിട്ട് മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ കൃഷ്ണമോളെയും കൊണ്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ശരണ്യ. അപ്പോൾ ശരണ്യ അവിടെ ഇരുന്ന് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നേ കാണിക്കുന്നത്. ആ സമയത്താണെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നാണെങ്കിൽ 2-3 സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ശരണ്യയെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ശരണ്യയുടെ അനിയൻ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ ആ പയ്യനാണെങ്കിൽ നമ്മളെ ശരണ്യയുടെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ അവരെയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിലും വന്നായിരുന്നു പറയുമ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ ഓർക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ശരണ്യയുടെ വിശേഷമൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ അവർ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ശരണ്യ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ടോ, ഇപ്പോൾ കാണുന്നവരൊക്കെ ഒരുപാട് പേരെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ അറിഞ്ഞത് നമ്മളെ നാട്ടിൽ ഇത്രയും പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ ശ്രീകുമാരി എന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ നമ്മൾ ശരണ്യയുടെ അച്ഛനാണെങ്കിൽ ശരണ്യയുടെ അടുത്തോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവർ ചെല്ലുന്ന സമയത്ത് നമ്മൾ ശരണ്യ ഇരുന്ന് പഠിക്കുന്ന കണ്ടിട്ടാണെങ്കിൽ അവരാണെങ്കിൽ നമ്മൾ ശരണ്യയും ശരണ്യയുടെ അച്ഛനെയൊക്കെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതിജീവിതയായ ഒരു പെൺകുട്ടി ഇങ്ങനെ വീടിനകത്ത് ഇരുന്ന് പഠിക്കുകയല്ലേ വേണ്ടത്, അതാണെങ്കിൽ ദുഃഖപുത്രമായിട്ട് ഇരിക്കുക വേണ്ടത്, അങ്കിലേ സമൂഹത്തിനൊക്കെ ഒരു സഹതാപം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരണ്യ എന്തായാലും ഇനി പഠിക്കേണ്ട കാര്യമില്ല, അവൾക്കുള്ള ജോലിയൊക്കെ ഞങ്ങൾ റെഡിയാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീട് പണിയാനുള്ള കാശുമൊക്കെ അതിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. സമയത്താണ് നമ്മൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ശരണ്യയ്ക്കാണെങ്കിലും മെഡിസിൻ പഠിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോഴത്തേക്കാണെങ്കിൽ ശ്രീകുമാരി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവൾക്കാണെങ്കിൽ ഗവൺമെൻറ് തസ്തികയിൽ തന്നെ അവൾക്ക് ഒരു സ്ലീപ്പറിൻ്റെ ജോലിയൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉള്ള സഹതാപമൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ അലീനെ ഇങ്ങോട്ടാണെങ്കിൽ ഒട്ടും അടുപ്പിക്കുകയോ ചെയ്യരുതെന്നൊക്കെ പറയുന്നത്. ശരണ്യാണെങ്കിൽ അലീനെ അടുത്ത് സത്യങ്ങൾ പറഞ്ഞ കാര്യമില്ല അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, എത്ര വന്നാലും മൊഴി മാറ്റി പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗോവർദ്ധനെ. അവനെ നമ്മളെ ബാലേന്ദ്രൻ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഗോവർദ്ധൻ വരുന്ന. ആ സമയത്താണെങ്കിൽ നമ്മൾ അലീനെ പോയി കഥ തുറന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ മുകളുണ്ടെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗോവർദ്ധൻ നേരെ നമ്മൾ ബാലേന്ദ്രൻ്റെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനെ കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ